അതുപോലെ ഇത് ചെറുതായിട്ട് തുടങ്ങിയിട്ടുണ്ടെന്നൊക്കെ വെച്ചാൽ തൈര് കഴിക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ ഇന്ന് നിർത്തിക്കോ, ഇപ്പം നിർത്തിക്കോ, ഇനി വേണ്ട, തൈര് വേണ്ട. തൈര് ചെന്നാൽ ഇത് കൂടും. കാരണം തൈര് കഴിക്കുമ്പോൾ ഒക്കെ തണുപ്പാണ്, പക്ഷേ ഇത് ദഹിച്ചതിന് ശേഷം ഒരുതരം വിദാഹം, ഉൾപ്പുഴുക്കം ശരീരത്തിലുണ്ടാക്കും. അപ്പോൾ ത്വക്ക് രോഗമായ ഇത് മാത്രമല്ല, കരിമംഗല്യം മാത്രമല്ല, ഏതൊരു ത്വക്ക് രോഗമുണ്ടോ നിങ്ങൾ തൈര് കഴിക്കേണ്ട. തൈര് കഴിച്ചാൽ അത് കൂടിയിരിക്കും, ഉറപ്പാണ്. ഓക്കെ, അപ്പോൾ തൈര് ഉപേക്ഷിക്കണം ഒന്നാമതായിട്ട്, അത് പാടില്ല. പിന്നെ നമ്മൾ എപ്പോഴും നേരത്തെ പറഞ്ഞ പോലെ മാനസിക ഉല്ലാസവും ത്വക്കിൻ്റെ സംരക്ഷണത്തിന് വളരെ നല്ലതാണ്. ആ ഹോർമോണൽ സെക്രീഷൻസും ഒക്കെ അതിനനുസരിച്ച് വരുമ്പോൾ നമുക്ക് ആ പ്ലസൻറ്റ് മൂഡിൽ നമുക്ക് സ്കിന്നിൽ റിഫ്ലക്റ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് ഈ മുഖം മനസ്സിൻ്റെ കണ്ണാടി എന്ന് പറഞ്ഞിട്ടുള്ളത് പണ്ട് കാലത്തെ. ഓക്കെ, അപ്പോൾ വളരെ പ്ലസൻ്റ് ആയിട്ട് ഹാപ്പി ആയിട്ട് നമ്മൾ ഒരുപാട് ടെൻഷനും ആർക്കും ടെൻഷൻസ് ഇല്ലാതെ, എല്ലാവർക്കും ഉണ്ട് ടെൻഷൻ, എല്ലാവർക്കും ഉണ്ട് ഒരു പ്രോബ്ലംസ്, എല്ലാം തികഞ്ഞതായിട്ട് ആരുമില്ല, ഒന്നുമില്ല. അപ്പോൾ നമ്മൾ ആ ഇല്ലായ്മയും വല്ലായ്മയും മാത്രം ചിന്തിച്ചിരിക്കാതെ കിട്ടാവുന്ന സന്തോഷം ആ നിമിഷങ്ങളിൽ സന്തോഷമായിട്ടിരിക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ അത് വളരെ കാര്യമാണ്. അതുപോലെ വെയിലത്ത് പോകുന്നത് കുറയ്ക്കാം, കുടയൊക്കെ ചൂടാം, പക്ഷേ വെയിൽ തീരെ കൊള്ളാതിരിക്കരുത്, കൊള്ളേണ്ട ആവശ്യകത